എന്റെ ദൈവമേ, ഇന്നെങ്കിലും നല്ല രീതിയിൽ കച്ചവടം നടക്കണേ ഭഗവാനേ. ഇത് കൃഷ്ണൻ മുതലാണ്, വൃത്തി ഹോട്ടലിന്റെ ഓണർ. പല തൊഴിലും ചെയ്ത് രക്ഷപ്പെടാതെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തി തുടങ്ങിയതാണ് ഈ ഹോട്ടൽ. എന്റെ ദൈവമേ, എന്നാൽ രാത്രി ഇച്ചിരി പണി കൂടുതലായിരുന്നു കേട്ടോ. പാവം പാത്രവും കഴുകി. ഇത് കൃഷ്ണൻ മുതലാളിയുടെ ഒരേ ഒരു സപ്ലയർ. മുതലാളിയുടെ കണ്ണ് തെറ്റിയ എന്തും കട്ടു തിന്നുന്ന ഒരേ ഒരു സപ്ലയർ, ഒരു തീറ്റക്കാരൻ സപ്ലയർ. പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ശമ്പളം ഇല്ലെങ്കിൽ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കും. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാ. ഇങ്ങനല്ല ഇതെന്താ ഇവിടെയൊക്കെ ചോറ് ഇതൊക്കെ കഞ്ഞി കുടിച്ച രാവിലെ വെളുപ്പിന് പണം കഞ്ഞി എടുത്ത് തട്ടിയ അല്ലത് വേസ്റ്റ് ആയി പോലെ. എനിക്ക് വയ്യാത മക്കളെ, ദൈവത്തെ വിചാരിച്ച് ഒരു ഗ്ലാസ് ചായ ഭഗവാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചായ കൃഷ്ണേട്ടോ, ഓ രാവിലെ തുറന്നല്ലേ? ഞാനാ എഴുതിട്ടോ ശുക്രന. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഒരു സർവത്ത് കട തുടങ്ങി അന്ന് രാവിലെ തന്നെ പുള്ളി കയറി വന്ന് ഈ ശുക്രൻ നേരെ കയറി വന്ന് ഒരു ഗ്ലാസ് സർവത്ത് മേടിച്ചു കുടിച്ച് പുറത്തോട്ട് ഇറങ്ങിയില്ലായും ഒരു പാണ്ടിലോട്ട് നേരെ വന്ന് കണ്ടു. കൃഷ്ണേട്ടോ, ഓ കടയൊക്കെ സെറ്റപ്പ് ആക്കിയപ്പോ അറബി പേപ്പറൊക്കെ വരുത്താൻ തുടങ്ങിയല്ലേ? സ്ഥിരമായിട്ട് നീ പത്രം വായിക്കാം. പിന്നെ എല്ലാ ദിവസവും പോയി തലയടിച്ച് പിടിച്ച എല്ലാ ദിവസം വായിക്കും. ഓ മക്കളെ, ദൈവത്തെ വിചാരിച്ചു കേട്ടാ മോനെ. ഇത് അധികം നേരം വന്നിട്ടോ എന്താ? അല്ല അതിന് പ്രശ്നമില്ലെങ്കിൽ ചൂടാറുണ്ടോ പിടിക്കാൻ നോക്കാം. ഭഗവാൻ വെച്ചിരിക്കുന്ന ചായ അതിനെ നീ വെറുതെ ചായ മണിക്കാത്ത കേട്ടാ മുരളി. നമ്മുടെ അലമാരിയുടെ രണ്ടാമത്തെ തട്ടിയിരിക്കുന്ന സുഖി ഞാൻ എടുത്തോട്ടെ. മൂന്ന് ദിവസം പഴകിയതാണ്. അതിന്റെ തൊട്ട് താഴെ ഇതിൽ ഒഴുകുന്ന മഴ ചായ എടുത്തു മറിക്കാതെ കൃഷ്ണേട്ടാ ഏതായി കരടി? ചാരിയല്ല കൃഷ്ണൻ അകത്തേക്ക് നോക്കുന്ന കണ്ണ് തെറ്റിയ പണ്ടാരക്കാരൻ എന്തേലും എടുത്തിട്ടുണ്ട്. നല്ല ബെസ്റ്റ് സപ്ലയർ. എന്താണ് ഇവിടെ വരെ ഞാൻ മറിക്കാൻ നോക്കുന്നു. ചേട്ടൻ മറിക്കാൻ നോക്കൂ. അപ്പൊ മരിക്കാണ്ട് കൊണ്ടുണ്ടല്ലോ മരിക്കാത്ത ചായ. ഷോ ഇതിന് മധുരമില്ല. മധുരമില്ലെന്നാ ഇത് എന്നാ വർത്തനെ പറയാം. പഞ്ചസാര കളിക്കില്ല അതാ. നീ കൈ തുടങ്ങി ഞാൻ കുടിക്കാതെ വേണ്ടേ? എനിക്ക് വേണ്ട. കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. എന്തിനാ അങ്ങനെ പറയുന്നത്? എനിക്ക് ചായ വേണ്ട. നീ നല്ല എടുത്ത് കഴിക്കും. പുട്ടുണ്ടോ? പുട്ടുണ്ട്. പുട്ടില്ല. പുട്ടുണ്ട്. പുട്ടില്ല. ഞാൻ കടാൻ അപ്പൊ എനിക്കൊന്നും തിന്നണ്ടേ? ഇവിടെ വരുന്നവർക്ക് വല്ലതും കഴിക്കണ്ടേ? പുട്ടെടുത്തോളൂ. കൃഷ്ണേട്ടാ, ഓ ഈ ബോണ്ടയും കടയ്ക്ക് എന്തിനാ അകത്ത് വെച്ചതൊന്നും കാണത്തില്ല മക്കളെ, അപ്രത്യക്ഷമായിട്ടില്ല. എന്തുവാണ് ഇത്? തേങ്ങാപ്പിരിയില്ലല്ലോ. നീ എടുത്ത് കഴിച്ചു, അത് കൊള്ളാം. കൃഷ്ണേട്ടാ, നീ മുടി കിടക്കുന്നു. പിന്നെ രണ്ടൂടെ മുട്ടിൽ മരിപ്പിൽ ഊറ്റി തരാം. ഞാൻ ശരിക്കും ഞെരടി. എനിക്കറിയാം കേട്ടാ. പച്ചമുളകുണ്ട്. എനിക്കറിയാതെ എനിക്കറിയാൻ കഴിക്കാം കേട്ടാ. എന്താണ് ഉടഞ്ഞാന്ന് നോക്കിയ സുഹൃത്തെ? ഉടഞ്ഞാന്ന് നോക്കാൻ എനിക്കറിയാം. നീ ഇവിടെ നിന്ന് പറഞ്ഞത് കേട്ടാ. എന്തുവാണ് വല്ലതും തിന്നോണ്ടിരിക്കണം നോക്കിക്കൊണ്ടിരിക്കണം. എന്തിനാ മുതലി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വരുന്ന ആളുകളെ തൃപ്തിക്കാൻ, അവർ തിന്നണ തൃപ്തിക്കാനല്ല പറഞ്ഞത്. അത് തെളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് കാര്യം മനസ്സിലാവുമല്ലാണ്ട് പലരും കളിച്ചോണ്ടിരിക്കും. വട്ടത്തിൽ കാണുന്നുണ്ട്. ചുളിഞ്ഞോണ്ടിരിക്കണം. എന്തിനാണ്? അതെ, ഇന്നൊരു മുളക് പൊടി എടുത്ത് മടിയിൽ വെച്ചതാ. പിന്നെ ഞാൻ പറഞ്ഞു രാത്രി മുമ്പ് പിടിച്ചിട്ട് വരും ചെയ്ത. ഉറങ്ങുമ്പോഴെങ്കിലും ആഹാരകാലത്തിന് നീ വെറുതെ വരിക. ഇവിടെ തിരിഞ്ഞടാ. എന്തോ നീ ഇവിടെ തിരിഞ്ഞില്ല. വീടിന്റെ പിടിയാ. സത്യമായിട്ടും വീടിന്റെ പിടിയാ. തിരിയടാ അങ്ങോട്ട്. ചിക്കന്റെ കാലാണടാ വീട്. ചിലപ്പോഴേ കോഴിക്കകത്ത് ഉറങ്ങാൻ കയറിയത്. ഇതെന്താ പരിപാടിയായി കാണിക്കുന്നത്? തന്റെ ഹോട്ടലിൽ വന്നിട്ട് ഞാൻ തന്നെ സപ്ലയർ തന്നെയോ? എന്റെ ഹോട്ടലിൽ വന്ന് ഒരേ ഒരു സപ്ലയറായി ഇവരെ തള്ളേണ്ട കാര്യം എന്തുമായിരിക്കും? എന്റെ ഹോട്ടലിൽ വന്നിട്ട്
പൊറോട്ടയും ഇറച്ചി മേടിച്ച് കഴിച്ചിട്ട് പൈസ തരാതെ പിന്നെ ഓടിക്കളഞ്ഞു. പിന്നെ ഇവരെ എന്താ വേണ്ടേ? ഇവിടെ ഉള്ളത് പോരാഞ്ഞിട്ട് അവിടെ പോയി തിന്നാന്ന് ഒരു കൈകവിടം. ഒരു 150 രൂപ കൊടുത്തിട്ട് വിളി പൊക്കോളൂ. 150 രൂപയ്ക്ക് നീ തിന്നാടേ. സമയം കിട്ടിയില്ല, അതേ കൂട്ട് നഷ്ടം വന്നു. കൊടുത്തുവിളി. ചേട്ടാ ചേട്ടാ പിന്നെ നമ്മൾ പൊറോട്ട കാണാത്താണല്ലോ. ഒരു പുട്ട് 78. ചായ പൈസ എടുത്തില്ല. ചായ പിന്നെ പപ്പടം പപ്പടം 10. ഒരു കണ്ണക്കരി കാടലക്കറി 7. 10 78 10 88 88 7 99 രൂപ. ചേട്ടോ ഓ. ഇവിടുന്നാ? ആ, ആ. കൃഷ്ണേട്ടാ അതുകൊണ്ട് നല്ല ചിലവാണ്. നല്ല ടേസ്റ്റ് ആണല്ലേ? ടേസ്റ്റ് കൊണ്ടല്ല, തൊട്ടപ്പുറത്തെ പയ്യന്മാരുടെ ക്രിക്കറ്റ് കളിയായിരുന്നു. ബോളില്ല, അത് പയരം കൊണ്ടുപോയത്. ആണല്ലേ? എത്രയാണ് പറഞ്ഞത്? 9 രൂപ. 9 രൂപ. പറ്റില്ല കേട്ടോ. ഇവിടെ പാതയങ്ങള് എന്റെ ഷേർലി എന്നാലും ആവശ്യമില്ലാത്ത ഒരു അലപരാധ പെണ്ണിന് വേണ്ടി നീ എന്നോട് വഴക്കിട്ടടിച്ച് 2 ആഴ്ച നിങ്ങൾ എന്റെ വീട്ടിൽ പോയി നിന്നില്ലേ? ഇതങ്ങോട്ട് വീട് ചേട്ടാ. പ്രശ്നമൊക്കെ തീർന്നല്ല, പ്രശ്നമൊക്കെ തീർന്നു. സമാധാനമായില്ല. സമാധാനായി. എന്റെ തെറ്റിദ്ധാരണ മാറിയല്ല. പിന്നെ? അടിപൊളി അടിപൊളി. അടിപൊളിയല്ലേ? നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം നമ്മളൊരു മാറ്റിലേക്ക് പോകുന്നു, അതിനുശേഷം പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു. ഇന്ന് ആകെ അടിപൊളിയാണ്. ഞങ്ങൾ ഇന്ന് എല്ലാം അടിച്ചു പൊളിക്കാന്ന് കരുതി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു അന്ന് ഉഷാറാക്കാൻ കരുതി. നിർത്ത്.